കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല. UDF ജില്ലാ നേതൃത്വത്തിൽ ലീഗും RSPയും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം കോർപ്പറേഷനിൽ അധികാരം ലഭിച്ച UDFൽ ഡെപ്യൂട്ടി മേയറെ ചൊല്ലി തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് നേതൃയോഗം വിളിച്ചത്. എന്നാൽ ജില്ലാ നേതൃത്വത്തിനും പ്രശ്നം പരിഹരിക്കാനായില്ല. ഇതോടെയാണ് ഇരുമുന്നണികളും KPCCയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സാമുദായിക സമവാക്യം കണക്കിലെടുത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസ് തന്നെ നിലനിർത്തുന്ന കാര്യവും ചർച്ചയിലുണ്ട്. മുതിർന്ന വനിതാ കൗൺസിലറായ കരുമാലിൽ ഡോക്ടർ ഉദയ സുകുമാരന്റെ പേരാണ് കോൺഗ്രസ് ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ്, എപ്പോഴൊരു തീരുമാനമാകും? റോഷ്നി, മേയറുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിൽ കൊല്ലത്ത് ഇതുവരെ തീരുമാനമായില്ല എന്നുള്ളതാണ്. UDFിലെ കോൺഗ്രസിന്റെ AK ഓഫീസാണ് മേയറെങ്കിൽ ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനത്തേക്ക് വലിയ പ്രശ്നങ്ങളും വലിയ ചർച്ചകളുമാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. അതായത് ലീഗിന്റെയും RSPയുടെയും ഘടകകക്ഷികൾ എത്തുകയും ഈ ലീഗിനും ഒപ്പം RSPക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നുള്ളതാണ് വലിയ പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഈ മേയർ ഒരു മുസ്ലിം ആയതിനാൽ ഡെപ്യൂട്ടി മേയർ ആകുന്നത് ഒരു സാമുദായിക സമവാക്യം വെച്ചിട്ട് മുസ്ലിം ആകരുത് എന്നുള്ളതാണ് മുന്നണിയിൽ ഒരു ചർച്ചയും വന്നത്. പക്ഷേ ലീഗിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ RSPയുടെ കാര്യത്തിലും രണ്ടുപേരും മുസ്ലിമാണ്. അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസ് തന്നെ എടുത്താൽ കൊള്ളാം എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് നയിക്കുകയും ചെയ്തു. ഇത് പോരാ, അതായത് ജില്ലാ നേതൃത്വം അടക്കം ചർച്ചയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഇത് പോരാ, താങ്കൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന് ഇരുമുന്നണികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അത് ലീഗും പറഞ്ഞു, ഒപ്പം തന്നെ RSPയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണം എന്നുള്ള ആവശ്യം. ഇത് ജില്ലാ നേതൃത്വം എതിർത്തതോടെ അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് മുന്നണികളുടെ നേതൃത്വം തന്നെ KPCCയെ സമീപിക്കുകയും ചെയ്തത്. KPCCയിലും ഒരുപക്ഷെ ഈ സാമുദായിക സമവാക്യം കണക്കിലെടുക്കേണ്ടതുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഉദയ സുകുമാരൻ തന്നെയായിരിക്കും കോൺഗ്രസിലെ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസിന് 3 വർഷം തുടർച്ചയായ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഒപ്പം 1 വർഷം RSPക്കും 1 വർഷം ലീഗിനും അങ്ങനെ കൊടുക്കാനുള്ള ഒരു ചർച്ച കൂടി ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി കൊല്ലത്ത് ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഇന്ന ആൾക്ക് വേണമെന്നുള്ളത് അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളത്. കോൺഗ്രസും ഇതോടൊപ്പം ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. ഒപ്പം RSPയും ലീഗും ഒപ്പത്തിനൊപ്പം, അത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലീഗിന് നിർബന്ധമായിട്ടും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണ്ടതുണ്ട്. അത് അത്രമേൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ചില വിട്ടുവീഴ്ചകൾക്കടക്കം ലീഗ് തയ്യാറാകുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഈ ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു. RSPയും ഒപ്പം തന്നെ മുന്നണിയിൽ ഈ കൊല്ലത്ത് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് RSPയെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത UDFന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവിടേക്ക് വേണമെന്നുള്ള ആവശ്യം RSP ഉന്നയിക്കുമ്പോൾ അതും ധിക്കരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നതോടുകൂടിയാണ് കോൺഗ്രസ് തന്നെ പറയുന്നത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കാം. അങ്ങനെയാണെങ്കിൽ മുന്നണികളെ പിണക്കിയിട്ട് കോൺഗ്രസ് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രശ്നങ്ങൾ, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്, അത് എത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ള അങ്ങനെയുള്ള ചർച്ചകളും വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി RSPയും ലീഗും ഒരേ സ്വരത്തിൽ വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് തന്നെ അത് ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് അല്ലെങ്കിൽ അത് തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3 വർഷം കോൺഗ്രസിന് ഡെപ്യൂട്ടി മേയർ ആകും, 1 വർഷം ലീഗും 1 വർഷം RSPയും ആകാമെന്നുള്ളൊരു ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ അത് ചർച്ച അന്തിമമായി തീരുമാനമായിട്ടില്ല. ഇപ്പോഴും ഈ ചർച്ച ഇങ്ങനെ നടക്കുകയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി കൊല്ലത്ത്. റോഷ്നി, ശരി, കൊല്ലത്തെ സാഹചര്യമാണ് ദിലീപ് ദേവസ്യ പറഞ്ഞത്. അപ്പൊ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് അധ്യക്ഷ സ്ഥാനത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ചൊല്ലിയുള്ള തർക്കങ്ങൾ പലയിടത്തായി നിലനിൽക്കുന്നത്.